ഏറ്റവും സന്തോഷവും ആത്മവിശ്വാസവും പകരുന്ന ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മോടൊപ്പം ഈ വേദി പങ്കിടുന്ന ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജി, രാജ്യസഭാ മെമ്പർ, ലോകപ്രശസ്തയായ കായിക താരം എൻ്റെ പ്രിയ സഹോദരി PT ഉഷ മാഡം, ഒരുപക്ഷെ ഞാനും നന്ദനും പ്രായത്തിൽ കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച്. ഞങ്ങൾ രണ്ടുപേരും ഷഷ്ടിപൂർത്തി കഴിഞ്ഞിങ്ങനെ നിൽക്കുക. പക്ഷെ നന്ദൻ എനിക്ക് എന്നും ഗുരുസ്ഥാനത്താണ്. നന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂർ ജില്ലാ പ്രചാരകനായിരിക്കുമ്പോൾ ആ തെറിച്ച ചെറുപ്പക്കാരൻ അന്നേ ഞാൻ മനസ്സിൽ നന്ദനെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ടെലിഫോണിൽ ബന്ധപ്പെടുന്ന സംഘകാര്യകർത്താവ് നന്ദേട്ടനാണ്. ഞങ്ങൾ തമ്മിൽ വാടാ പോടാ ബന്ധം വരെയുണ്ട്. പക്ഷെ എന്നും മനസ്സിൽ അങ്ങേയറ്റം ആദരവോടെ ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയ നന്ദേട്ടൻ. കൂട്ടത്തിൽ 2-3 പേരെ ഇവിടെ ഞാനായിട്ട് പരിചയപ്പെടുത്തണം എനിക്ക് തോന്നുകയാണ്. ഒന്ന്, എൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്ന 2-3 കാര്യകർത്താക്കൾ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കുറേ കാലം ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ്. പാർട്ടിയുടെ കണ്ണൂരിൽ പല ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ രഞ്ജിത്ജി ഇവിടെ മുന്നിലിരിക്കുന്നു. ഞാൻ ഉൾപ്പെടുന്ന കണ്ണൂർ സൗത്ത് ജില്ലയുടെ അധ്യക്ഷൻ. ഞാൻ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ വിരലിൽ തൂങ്ങി നടന്നിരുന്ന ഒരു ബാല സ്വയം സേവകൻ. ഇപ്പോഴും ഞാൻ കാണുന്നത് എൻ്റെ ഒരു കുഞ്ഞനിയനായിട്ടാണ്, ശ്രീ ബിജു എടത്തിൽ. ബിജു സംഘത്തിൻ്റെ ക്യാമ്പ് എവിടെയുണ്ടോ അവിടെ ബിജു ഉണ്ടാവും. ഒന്നുകിൽ പ്രബന്ധകനായിട്ട് അല്ലെങ്കിൽ രക്ഷകനായിട്ട്. അങ്ങനെ കൊച്ചുകുട്ടിയായിരുന്ന ബിജു എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ മുമ്പിൽ ആ നിലയ്ക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കണ്ടാൽ എപ്പോഴും മാഷേ എന്ന് വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം സംഘടനാ പ്രവർത്തനത്തിനിടയിലുണ്ടെങ്കിൽ അതെല്ലാം എന്നോട് ചോദിച്ച് സംശയ നിവൃത്തി വരുത്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവ്. മറ്റൊരാള് രഘുവേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. രഘുവേട്ടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ പാർട്ടിയിലേക്ക് വന്നു. പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. പിന്നെ ആരെങ്കിലും ഇവിടുന്ന് വന്നവരുണ്ടോ? ബിജു ഇവിടെ. രാധാകൃഷ്ണേട്ടൻ പണ്ട് തൊട്ടേ സംഘത്തിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്ന കാലം തൊട്ടേ ഞാൻ ഏറെ ആദരിക്കുന്നു പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താവ്. അങ്ങനെ അനേകം പേര്, ഒരുപാട് പേര് നേരത്തെ നന്ദേട്ടൻ സൂചിപ്പിച്ച അന്ന് ആ റെട്രോസിറ്റി എതിരെയുള്ള പ്രചാരണ പരിപാടിയുടെ ഭാഗമായി വന്നപ്പോൾ കണ്ട മുഖങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നീട് ഞാൻ ദില്ലിയിൽ വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോഴൊക്കെ കണ്ട ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ അങ്ങേറ്റത്തെ സ്നേഹത്തോടെ നമസ്കാരം പറയുന്നു. സദസ്സിലുള്ള അനേകം ആളുകൾ, അമ്മമാർ, സഹോദരിമാർ, എല്ലാവരോടും എൻ്റെ സ്നേഹപൂർണ്ണമായ നമസ്കാരം. ഞാൻ മോളോട് ചോദിച്ചത് എത്ര നേരം ഞാൻ സംസാരിക്കണമെന്നാണ്. എത്ര വേണമെങ്കിലും സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലൊരു സദസ്സിൽ ഞാൻ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ വേണമെന്ന് എനിക്കറിയില്ല. നമ്മളിതൊരു കുടുംബകാര്യമാണ്, നമ്മുടെ ഒരു കുടുംബ സദസ്സാണ്. ഔപചാരികതയൊന്നുമില്ലാതെ നന്ദേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഔപചാരികതയൊന്നുമില്ലാതെ ഒരു വർത്തമാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വേണം എന്നും എനിക്ക് തോന്നുകയാണ്.
എവിടെയാണ് തുടങ്ങേണ്ടത് എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഏതായാലും നന്ദട്ടൻ സംസാരിച്ച് വന്നപ്പോൾ തുടങ്ങേണ്ടത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിന്ന് ലോക്സഭയിൽ ചെന്നത് രാജ്യസഭയിൽ ചെന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നാളെ ലോക്സഭയാണോ രാജ്യസഭയാണോ എന്ന് ഒരു തിരിച്ചറിയാത്ത ആളാണ് ഇപ്പോൾ രാജ്യസഭ MP ആയത് ആരും പറയുമെന്ന് എനിക്കറിയില്ല. രാജ്യസഭ അവിടെ ചെന്നപ്പോൾ എന്നെ ആദ്യം ക്ഷയിക്കേണ്ടതെന്ന് സ്വീകരിച്ചത് കണ്ണൂരിലുള്ള CPIM-ന്റെ രാജ്യസഭാ അംഗം V. ശിവദാസനാണ്. ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പതിവ് കലാപരിപാടി ഉണ്ടല്ലോ, ബഹളം ഉണ്ടാക്കുക. അപ്പോൾ പഹൽഗാം വിഷയമൊക്കെ ഉന്നയിച്ച് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് സഭ കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചു. ആരാധ്യനായ ഉപരാഷ്ട്രപതി ആ സന്ദർഭത്തിൽ ഒരു 10 മിനിറ്റ് ഒരു ഇടവേള കിട്ടിയപ്പോൾ എന്നെ ആദ്യമായി വന്ന് എനിക്ക് ക്ഷയിക്കേണ്ടി വന്നത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായ നിയമനമാണ് സദാനന്ദ മാഷയുടെ രാജ്യസഭ നോമിനേഷൻ എന്ന് പത്രങ്ങളോട് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് MP. പിന്നെ എല്ലാവരും വന്നു കേട്ടോ. കേരളത്തിലെ മിക്കവാറും രാജ്യസഭാ MP-മാരിൻ്റെ അടുത്ത് എൻ്റെ സീറ്റിൽ വന്ന് എന്നെ ആശീർവദിക്കുകയുണ്ടായി. ജോസ് കെ മാണി, പിന്നെ ലീഗിൻ്റെ അബ്ദുൾ വഹാബ്, CPI-യുടെ CP സന്തോഷ് കുമാർ, അങ്ങനെ എല്ലാവരും എൻ്റെ സീറ്റിൽ വന്ന് എന്നെ ആശീർവദിച്ചു. ഞാൻ ആരും മാത്രമല്ല, നിങ്ങളെല്ലാവരും മറ്റുള്ളവരോട് ഷെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ജോൺ ബ്രിട്ടാസ് എന്നോട് പുറന്നേരം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും, മാഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും മാഷ് വിളിക്കാൻ മടിക്കരുത്. എല്ലാ പിന്തുണയും മാഷക്ക് എൻ്റെതായിരുന്നു. ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ ഇവര് ഒരു 3-4 പേര് ടേബിളിൽ ഇരിക്കും, ഉൾപ്പെടുന്ന സദസ്സുകളിലൊക്കെ. എൻ്റെ ശബ്ദം കുറവായി തോന്നുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം ജോർജേട്ടൻ പറഞ്ഞതുമാതിരി നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു പ്രതിഭാസം നമ്മുടെ നാടിന് എന്താണോ വേണ്ടത് എന്ന് കണ്ടെത്തി അത് നിർവഹിക്കാൻ കാണിക്കുന്നൊരു താല്പര്യം, അത് കേവലം ഒരു സദാനന്ദ മാഷുക്കുള്ള ഒരു സമ്മാന പൊതി പോലെയല്ല ഒരു MP സ്ഥാനം വെച്ച് നേട്ടിയത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ജൂലൈ മാസം 10-ാം തീയതിയാണ് മോദിജി എന്നെ വിളിക്കുന്നത്. വൈകുന്നേരം ഏതാണ്ടൊരു സന്ധ്യാനേരമായപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നു, മോദിജിക്ക് സംസാരിക്കണം, കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് ഇതാരെങ്കിലും ട്രോള് ചെയ്യാണോ പറ്റിക്കാൻ വേണ്ടി, അല്ലാതെ മോദിജി വിളിക്കാൻ എന്താ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരേ സദാനന്ദജി എന്നൊക്കെ വിളിച്ചിട്ട് മേ കാം കെ ലിയെ സോച്ച് രഹാ ഹോ ആപ്കോ ജിമ്മേദാരി ദേനെ കെ ലിയെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുകയാണ്. വാസ്തവത്തില് ഞാൻ തറയിലാണോ നിൽക്കുന്നത് അതോ ആകാശത്താണോ നിൽക്കുന്നത് എന്നൊക്കെ ഒരു നിമിഷ നേരം വിസ്മയിച്ചു പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്താണ് ജിമ്മേദാരി എന്നപ്പോൾ വെളിപ്പെടുത്തിയില്ല. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾക്ക് ശേഷം അത് മാഷ് അറിയും എന്ന് പറഞ്ഞ് കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് 1-2 മിനിറ്റ് സംസാരിച്ചു. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇത് മനസ്സിൽ വെച്ചാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞ് BL സന്തോഷ്ജിയുടെ ഫോൺ വരുന്നു. അദ്ദേഹം നേരിട്ട് എന്നെ സന്തോഷിച്ച് സംസാരിച്ചു. അദ്ദേഹവും ഇങ്ങനെ എവിടെയും തൊടാതെ ഒരു ചുമതല ഏൽപ്പിക്കുന്നു. മോദിജി സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടായത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ ഈ 2 കൂട്ടർ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ എന്താ പറയുന്നത്, ഇതിപ്പോ ആരോട് പറയാനും നിവൃത്തിയില്ല, ആരോട് ചോദിക്കാനും നിവൃത്തിയില്ല. ശ്രീമതിയോട് പറഞ്ഞു. അപ്പൊ ആൾക്ക് സംശയം, ഇത് അങ്ങനെ സംഭവിക്കും. അപ്പൊ ഞാൻ മോദിജിക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഫോണൊന്ന് സ്പീക്കറിൽ ആളെയും കൂടെ കേൾപ്പിച്ചു. അപ്പൊ മോള് തിരുവനന്തപുരത്താണ്. ഉടനെ തന്നെയാണ് മോളെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ മതി നിർത്ത്, ഈ പറഞ്ഞ ആരോടും മനസ്സിൽ വെച്ചാൽ മതി എന്ന് മോദിജി പറഞ്ഞ സ്ഥിതിക്ക്
അപ്പൊ ഞാൻ ആരോടെങ്കിലും ഒന്നും പറയില്ല, ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു മുഖം തെളിഞ്ഞു വന്നു. പക്ഷെ നിവൃത്തിയില്ലല്ലോ, അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷെ ഇടയ്ക്ക് പിറ്റേ ദിവസം അമിത്ഷാജി കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് കണ്ണൂരിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാർട്ടി നിയോഗിച്ച 10-18 പേരിൽ ഒരാൾ ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നന്ദേട്ടൻ്റെ ഒരു കോൾ വന്നു, വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ വെമ്പി നന്ദേട്ടനോടൊന്ന് ചോദിച്ചാലോ, പക്ഷെ മോദിജിയെ പോലെ സന്തോഷ്ജിയെ പോലെ ഒരാൾ പറഞ്ഞത് നന്ദേട്ടനോട് ചോദിച്ചാലും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു. 12-ാം തീയതി കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയാണ്. അതിന്റെ തലേദിവസം രാജീവ് ചന്ദ്രശേഖർജി എനിക്ക് എൻ്റെ ആകാംക്ഷ കൂട്ടുന്ന തരത്തിലൊരു മെസ്സേജ്, അഡ്വാൻസ് ആശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും തന്നു. ഞാനാകെ പെട്ടുപോയി, ദൈവമേ ഇതെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ രാജീവ്ജി രാവിലെ ഒരു 8 മണി നേരത്താണ് മാഷെ ഇതാണ് മോദിജി മാഷക്ക് നിശ്ചയിച്ച നിയോഗം എന്നെ അടുത്ത് പറഞ്ഞു ആദ്യമായിട്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഇറങ്ങി, എനിക്ക് കിട്ടി, ഓഫീസിലെത്തി, ഇനി ചാനലുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോഴേക്കും പിന്നെ ചാനലുകളിൽ നിന്നുള്ള വിളിയായി. അപ്പോൾ സത്യത്തിൽ നന്ദേട്ടനും ജോർജേട്ടനും എല്ലാവരും സംസാരിച്ചതുപോലെ മോദിജി അങ്ങനെയൊരു നിയോഗം ഇനി ഏൽപ്പിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും ബോധ്യമുണ്ട്. ആ തരത്തിൽ അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ദൗത്യം അത് അതേപോലെ ശിരസിലേറ്റി, ചുമലിലേറ്റി, നെഞ്ചിലേറ്റി മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ എന്തെങ്കിലും ആണെങ്കിൽ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ ലഭിച്ച ശിക്ഷണമാണ്. ഞാൻ പലതും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെരയടി പോലെ കടന്നു വരുന്നുണ്ട്. ഞാൻ ഈ അപകടം പറ്റി ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം നേരെ പോയത് അന്ന് പേരാമംഗലം, ഞാൻ പിന്നീട് അധ്യാപകനായി ജോലി ചെയ്ത പേരാമംഗലം ദുർഗാവിലാസ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ വലിയ പരിഗണനയൊക്കെ കിട്ടി കേട്ടോ. സ്വാഭാവികമാണ്, സ്വയം സേവകരിൽ തരുന്ന സ്നേഹം. എന്നെ ഒരു വീൽ ചെയറിൽ ഇരുത്തി പ്രഭാത ഞാൻ മാഷ് വൈകുന്നേരത്തെ സംഘസ്ഥാനിൽ മാത്രം പോയാൽ മതി പ്രാർത്ഥനയ്ക്ക്. ഞാൻ പറഞ്ഞല്ല, എനിക്ക് പ്രഭാത സംഘസ്ഥാനിലും പങ്കെടുക്കണം, എനിക്ക് സ്വയം സേവരെ കാണണം, അവരുടെ പാട്ടുകൾ കേൾക്കണം, അവരോടൊപ്പം എനിക്ക് പാടണം എന്നൊക്കെ ഞാൻ ഒരു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു. അങ്ങനെ രാവിലെയും സംഘസ്ഥാനിലേക്ക് കൊണ്ടുപോകും, വൈകുന്നേരവും സംഘസ്ഥാനിൽ എനിക്ക് 4 വരി എഴുതി തരണം എന്ന് പറഞ്ഞു. ആ വരികൾ എന്തൊക്കെയാണ്, വാക്കുകൾ എന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആശയം എൻ്റെ മനസ്സിലുണ്ട്. ആകാശഭേദിയായ ഇടിനാദമായി മുഴങ്ങട്ടെ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ വരികൾ. നന്ദേട്ടൻ്റെ വരികൾ അങ്ങനെയാണല്ലോ. പിന്നെ അദ്ദേഹം എന്താണ്, കടലലകളെ വാനോളം ഉയർത്തുന്ന, തിരയായി മാറാൻ പറ്റുന്ന, കൊടുങ്കാറ്റായി തീരട്ടെ, അങ്ങനെയുള്ള ഒരുപാടൊന്നുമില്ല. 4 വരി. ആ 4 വരി എന്നിലുണ്ടാക്കിയ തരംഗങ്ങൾ, പ്രകമ്പനം അനിർവചനീയമാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഈ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് നന്ദേട്ടനോട് പറഞ്ഞു. നന്ദേട്ടനോ ഡയറി എവിടെയോ പോയത്, എവിടെയോ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നന്ദേട്ടൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നോട് ഇങ്ങോട്ട് ചോദിക്കായിരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് എന്നെ ഞാനാക്കിയത്, സംശയമൊന്നുമില്ല. ഞാൻ സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സഹകാര്യവാഹായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു ദുരന്തമുണ്ടായത്. ഞാൻ ചാനലുകളോടും മറ്റ് ആളുകളോടും ഒക്കെ പറഞ്ഞത്, നിങ്ങൾ പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി. എന്നിട്ട് പറഞ്ഞത് ശരിയാണ്. അതാരുടെയും നിർദ്ദേശം കൊണ്ടേ അല്ല, എൻ്റെ മനസ്സിൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ചിന്തകളും വീക്ഷണം പ്രതികരിച്ചത്. നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതല്ലേ ഇതല്ലേ അക്രമ രാഷ്ട്രീയം, അത് നോക്കൂ, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ വിമർശിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുകയല്ല. നമ്മൾ കണ്ടില്ലേ, സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ മോദിയുടെ തന്ത്രം
നോക്കൂ, എത്ര അല്പത്വമാണ്, എത്ര വില കുറഞ്ഞ വാചകങ്ങളാണ്. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ചയുണ്ടാക്കാൻ ഗ്രാമാന്തരങ്ങളിൽ ഈ രാഷ്ട്രവിരുദ്ധ ആശയത്തിനെതിരെയുള്ള സമരമായി തന്നെയല്ലേ ഓരോ സ്വയം സേവകന്റെയും ജീവിതം? എത്ര വട്ടം നമ്മൾ വീടുകൾ കയറിയിറങ്ങി, എത്ര തവണ നമ്മൾ കയറിയിറങ്ങി ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ദുരന്തത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ഇനിയൊരിക്കൽ കഠാര ഉയർത്തി ദേശീയവാദികളുടെ നെഞ്ചി പിളർക്കാതിരിക്കാനുള്ള മാനസിക സമ്മർദ്ദം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ശക്തമായി നമ്മൾ പോരാ. നമ്മുടെ ജീവമന്ത്രമായി നെഞ്ചേറ്റിയ ഒരുപാട് ആശയങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്ന ഗീതങ്ങൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. രാക്ഷസഗണങ്ങളെ നിഹനം ചെയ്ത് ഈ നാട്ടിൽ നന്മ പുലർത്തിയ ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള ആശയങ്ങൾ നമ്മൾ പാടാറുണ്ട്. ശത്രുഗണങ്ങളെ നിഹനം ചെയ്ത് ഈ നാടിന് മോചനമരുളാനായി നമ്മൾ അല്ല. പക്ഷെ അങ്ങനെയുള്ള പോരാട്ടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതാണ്. ഇവിടെ ഇരിക്കുന്ന കേന്ദ്രമന്ത്രിയും അങ്ങേ അറ്റത്തിരിക്കുന്ന ഉഷാ മേഡം മറ്റൊരു തരത്തിലാവാം. നമ്മളത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ശാരീരിക ആക്രമണത്തിന്റെ ആയുധത്തിന്റെ ഭാവം നൽകിയത് ആരാണ്? നമ്മൾ ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് ചിന്തിച്ചിട്ടില്ല. അന്ന് എന്തായിട്ടും പറഞ്ഞ ആ ഒരു പരിപാടിക്ക് ഇപ്പോഴത്തെ പൂജനീയ സർസംഘചാലകൻ മോഹൻജി ഭാഗവത് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നെന്താ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത്? ഈ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ചോര കൊണ്ട് സംവദിക്കുന്ന രീതി ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്ന് അദ്ദേഹം ഉദ്ബോധനം നടത്തിയെന്ന്. ഇതാണ് സംഘത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ് അടൽജി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിൽ അന്തരിച്ച ആ ദിവസം ഇന്നും ഒരു സത്യപ്രതിജ്ഞ ചെയ്തത്. അന്തരിച്ച EMSന്റെ ഭൗതികദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ അഡ്വാനിജി പറന്നു വന്നു തിരുവനന്തപുരത്ത്. എങ്ങനെ നമുക്ക് സാധിച്ചു? കാരണം വ്യക്തികൾ ഉപകരണങ്ങൾ മാത്രമാണ്. ആശയങ്ങളോടാണ് പോരാട്ടം. ആ പോരാട്ടത്തിൽ ആയുധത്തിന് സ്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നാം ഉറച്ച നിലപാടെടുക്കുന്നു. ആശയ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് രാജ്യസഭയിലേക്ക് ഒരു MP പറഞ്ഞേക്കേണ്ട കാര്യമില്ല. ഇനി ഈ ഒരു വാക്കുകൊണ്ട് ആ ചർച്ച അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും വിടില്ല. സ്വാഭാവികമായി ചർച്ചയുണ്ടാവും. പക്ഷെ അതല്ല മോദിജി ഉദ്ദേശിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞ് എന്നിട്ട് അവർക്ക് തൃപ്തിയാവുന്നില്ല. അവർക്ക് ഇത് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. നോക്കൂ, അത് മാത്രമല്ല എത്ര ദുഷ്ടലാക്കൂടെയാണ് പറയുന്ന വാക്കുകൾ വ്യാഖ്യാനിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഞാനിത് പറയുന്നതിന്റെ എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ്. ഞാൻ 2 ദിവസം മുമ്പ് തിരുവനന്തപുരം ഞാൻ സംസാരിച്ചു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന ചുമതല വഹിക്കുന്ന മുതിർന്ന കാര്യകർത്താക്കളാണ് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. മുതിർന്ന എന്ന് വെച്ചാൽ ചുമതല ബോധമുള്ള കാര്യകർത്താക്കൾ. അവരോട് ഞാൻ ഇതേ കാര്യം പറഞ്ഞു. എന്നോട് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാർട്ടിയുടെ സംഘപ്രസ്ഥാനത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അക്രമ ഒരിക്കലും ജനങ്ങൾ ആഗ്രഹിക്കാത്ത, മറക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഉപയോഗിച്ച വാക്ക് ദുസ്വപ്നം പോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കരുത്. മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അരവാക്ക് പോലും ഞാൻ ഒഴിയാടില്ല. കാരണം അത് അനുഭവിച്ച ആളാണ് ഞാൻ. അതിന്റെ വേദന അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളെ എനിക്കറിയാം. ഞാൻ ഇപ്പോഴും അവരുടെ സഹോദരങ്ങളുടെ തോരാത്ത കണ്ണീരുമായി വീട്ടുകളിൽ കഴിയുന്ന സഹോദരിമാരെ ഞാൻ കാണാറുണ്ട്. മക്കളെ ഞാൻ കാണാറുണ്ട്. അവരുടെ പിതാക്കളെ ഞാൻ കാണാറുണ്ട്.
സ്വന്തം വീട്ടിനടുത്ത് വെച്ച് ബൈക്കിൽ വരുന്ന വഴിക്ക് പിടിച്ച് ബൈക്ക് തടഞ്ഞ് ജീവൻ അപഹരിച്ച അവിടെ കിടന്ന് പിടയുന്ന മകനെ കണ്ട അച്ഛനാണ് പന്നന്നൂർ ചന്ദ്രേട്ടൻ്റെ അച്ഛൻ. ആ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നവരാണ്. അവർക്ക് മാനസികാരോഗ്യമില്ല ഇന്ന്. ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് ഇതിങ്ങനെ ചർച്ച ചെയ്യണം എന്ന് നമ്മൾ നമ്മൾ അങ്ങനെയല്ല സംഘത്തിൽ നിന്ന് പഠിച്ചത്. സംഘത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് അതേയല്ല. മനുഷ്യ സ്നേഹത്തിന്റെ അപ്പൊ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെന്താ? അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. സ്നേഹമുള്ളവരെ നോക്കൂ, എത്ര കാലമായി വികസിത കേരളം വികസിത കേരളം വികസിത കേരളം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കാര്യകർത്താക്കൾ, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഈ ജനങ്ങളോട് സംവദിക്കുന്നു. എന്നിട്ട് അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഇതാണ് മാധ്യമ പ്രവർത്തനം വർത്തമാനകാലത്ത്. പോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നാലും പഴയകാല ചരിത്രം ഒരു സ്മൃതി ചിത്രമായി നമ്മുടെ മുമ്പിലുണ്ടാകും. നമുക്കത് മറക്കാൻ കഴിയുമോ? പന്നിന്നൂർ ചന്ദ്രേട്ടനെ, ജയകൃഷ്ണൻ മാഷെ, പാനോണ്ട ചന്ദ്രേട്ടനെ, ഡിംബിയെ മറക്കാൻ കഴിയുമോ? അമ്മയെ മറക്കാൻ സാധിക്കുമോ? ഒരു വീട്ടിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോൾ ശവസംസ്കാര ചടങ്ങിൽ തിരിച്ചു വരുന്നതിനിടയിൽ ആ വാഹനത്തിന് നേരെ മുമ്പറിഞ്ഞ് കൊല്ലല്ലേ മക്കളെ എന്ന് മൂട് തകർത്ത സംഭവം നമുക്ക് മറക്കാൻ കഴിയില്ല. അത് നമ്മുടെ വൈയക്തികമായ ഓർമ്മകളായി മാത്രം അവശേഷിക്കട്ടെ. സമൂഹത്തിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചർച്ചക്കിടവരുത്തരുത് എന്നതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നന്ദനോട് ചോദിച്ചു, നന്ദൻ എന്തോ ഒരു എന്റെ ഭീഷണിപ്പെടുത്തിയിരിക്കുക അവിടെ ഇരുത്തിയിരിക്കുക. കോളേജില് ഈ മുദ്രാവാക്യം വിളിക്കുകയാണ്. നമ്മൾ ഈ ചടുകുടു ഉണ്ടല്ലോ, ഇപ്പൊ പാടി എന്റെ മോടെ കൂടെ പാടിയ പാട്ട് ചടുകുടുവാണ് അവരുടെ ഭാഷയിൽ. അപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തെ ചെറുതാക്കാൻ, താറടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായതിന്റെ പാപം ഞാൻ വഹിക്കുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ. ഏതായാലും മാറ്റം വന്നു, സംഭവിച്ചു. അതിന് കുറേയധികം നിമിത്തങ്ങളുണ്ടായി. എത്ര ഉജ്ജ്വലമാണ്, ശാസ്ത്രശുദ്ധമാണ് ഈ ആശയമെന്നും അതിൻ്റെ പദ്ധതിയെന്നും തിരിച്ചറിയുന്നു. പിന്നീട് എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു. എൻ്റെ ഏട്ടൻ KSYF-ന്റെ പഴശ്ശി വില്ലേജ് കമ്മിറ്റിയുടെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. ഒരു ചുമതലയായിരുന്നു ഏട്ടനുണ്ടായിരുന്നു. പക്ഷെ ഏട്ടൻ പിന്നീട് നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു. എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ, അമ്മയും അച്ഛനും. ഒരിക്കല് പെരിഞ്ചേരി ശാഖ ആരംഭിച്ച് തൊട്ടടുത്തത് വർഷം 1984 പെരിഞ്ചേരിയിൽ ശാഖ ആരംഭിച്ചത്. അന്ന് എൻ്റെ കൂടെ 4-5 കൂട്ടർ മാത്രമാണ്. അതിലൊരാൾ കൂടി ഇരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ അനന്തരവൻ കൂടിയാണ്. അപ്പം ഞങ്ങളൊരു 4-5 പേര് ചേർന്നിട്ടാണ് പെരിഞ്ചേരിയിൽ അന്ന് ശാഖ തുടങ്ങിയത്. ശാഖ തുടങ്ങിയ വർഷം ഗുരുപൂജ ഉത്സവം നടത്തണം. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ വകയായിട്ടൊരു വിദ്യാലയം, ഒരു പ്രൈമറി സ്കൂളുണ്ട്. സ്കൂളിൽ വെച്ച് ശാഖ പരിപാടി നടത്തണം. സ്കൂളിൽ ഒരു പരിപാടി, എന്ത് പരിപാടി അല്ല, സംഘത്തിന്റെ ഒരു ഗുരുപൂജയാണ്. മാഷന്മാരെയൊക്കെ ആദരിക്കുന്നത്. അങ്ങനെ അച്ഛനോട് അങ്ങനെ പറയാം, ബഹളമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമ്മതം തന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അന്ന് ആ സ്കൂളിൽ വീട്ടിലെത്തി. അച്ഛനായിട്ട് എന്തോ മാഷ ഒന്ന് വരുന്നുണ്ട്. അച്ഛൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് എന്തോ സ്വകാര്യം പറഞ്ഞു. ഗോപാലൻ മാഷ് പോയ വഴിക്ക് അച്ഛൻ വാളെടുക്കാൻ തുടങ്ങി. അത് ശരി, ഇതല്ല എൻ്റെ സ്കൂളത്തെ പരിപാടി.
അപ്പം അച്ഛനോട് എന്തോ ഇദ്ദേഹം ഈ ഒരു പരിപാടി നടത്തരുത് എന്ന് പറയാണ്. ഉടനെ അച്ഛൻ സ്കൂളിൽ നടത്താനുള്ള അമ്മ മധ്യവർത്തിയായി അവിടെ നിന്നെങ്കിലും ഫലിച്ചില്ല. അവസാനം ഞങ്ങൾ അവിടെയുള്ള പ്രവർത്തകയിൽ ഒരു കൊച്ചു വീട്, അന്ന് നമുക്ക് വീട്ടിലൊന്നും സ്വാധീനമില്ല. മുരളി എന്ന പേരുള്ള ഒരു ഷാഹിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു ബാലസ്വയംസേവന്റെ വീട്ടിൽ ഒരു കൊച്ചു വീടാണ്, ആകെ ഒരു മുറിയേ ഉള്ളൂ, അടുക്കളയും ഹോളും പൂജ നടത്തിയ അനുഭവമുണ്ട്. അഭിമാനത്തോടുകൂടി എനിക്കിന്ന് പറയാൻ സാധിക്കും, ആ വിദ്യാലയം, അതേ വിദ്യാലയം, ഞങ്ങളുടെ അച്ഛൻ്റെ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്ന വിദ്യാലയം, പിന്നീട് ഏട്ടൻ മാനേജറായിരുന്ന വിദ്യാലയം, ഇപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു, സംഘത്തിൻ്റെ ഒരു ട്രസ്റ്റിന് അതിൻ്റെ മാനേജ് നമ്മുടെ ഒരു ട്രസ്റ്റാണ് ഈ പവർ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്. അതിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് മാറുകയാണ്, എല്ലാം മാറുകയാണ്, മാറണം. നമ്മൾ ഓരോരുത്തരും ഭാരതത്തിൽ നാം ഒക്കെ ആഗ്രഹിക്കുന്ന, ഞാൻ മാധ്യമങ്ങളോടും പറഞ്ഞു, അവർക്ക് പരിചയമില്ലാത്തൊരു വാക്കുണ്ട്, പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം. നരേന്ദ്രമോദിജി പഞ്ചമാധ്യമങ്ങളിലൂടെ വികസിത ഭാരതത്തെക്കുറിച്ച് രാജ്യത്തോട് പഞ്ചമന്ത്രങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം അത് തന്നെയാണ് ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, വികസിത ഭാരതം. ആ വികസിത ഭാരതത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുക. നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാത്രമാണ് എൻ്റെ നേരെയുള്ള ഈ നിയോഗത്തെ ഞാൻ കാണുന്നത്. ഞാൻ സ്വയം സംഘപ്രവർത്തകർ, BJP പ്രവർത്തകർ, നമ്മുടെ അനുഭാവികളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ പറഞ്ഞു, നിങ്ങളാണ് ഞാനാണ് നിങ്ങൾ. വിളി മാത്രമല്ല അത്, ഈ സമൂഹത്തെ, നമ്മുടെ പ്രസ്ഥാനത്തെ തേടി വന്ന വിളിയാണത്. രാഷ്ട്രപതി, ആദരണീയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുജി ഒരു നോട്ടിഫിക്കേഷനിലൂടെ MP ആയി എന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗം പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കും ജീവൻ പിടിഞ്ഞവർക്കും അവരുടെ ആ ബലിദാനം ഒരു ദുഃഖസ്മരണയായി നെഞ്ചിൽ തീയായി കാത്തു സൂക്ഷിക്കുന്ന അനേകം അമ്മമാരുടെ, സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ മോക്ഷവും മറക്കുവോർ പിറന്നിടുന്നതെങ്ങതേ പ്രഭാവപൂർണ്ണ ശാഖകൾ ഇല്ലേ, നമ്മൾ അങ്ങനെയാണ് പാടാറ്. സമാജസേവയൊന്നിലെ സ്വമോക്ഷവും മറക്കുവോർ പിറന്നിടുന്നത് ശാഖ. അപ്പൊ ആ സമാജസേവ അവരെന്തിനു വേണ്ടിയാണ്? സമാജസേവയ്ക്ക് വേണ്ടിയാണ്. ആരാണ് ഈ സമാജം? ഈ പറയുന്ന ജോൺ ബ്രിട്ടാസും അബ്ദുൽ വഹാബും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഉൾപ്പെടുന്നതാണ് സമാജം. ആ സമാജത്തിൻ്റെ ഉദ്ധാരണമാണ്. ആരെന്തൊക്കെ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാം, കടൽ തിരമാല പോലെ ഇരമ്പമായി നമുക്ക് മുന്നോട്ട് വരാം. നന്ദേട്ടൻ എനിക്ക് എഴുതി തന്ന ആകാശഭേദിയായ ഇളിനാദമായി നമുക്ക് മാറാം. കൈകോർത്ത് നമ്മൾ പ്രവർത്തിക്കണം. ഒരു MP എന്ന് പറയുമ്പോൾ ഔദ്യോഗിക ചിട്ടവട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, ബാബുജി സൂചിപ്പിച്ചതുപോലെ, എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു വിരൽത്തുമ്പിൽ ഞാനുണ്ടാകും. അപ്പൊ നമുക്ക് ഇത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇങ്ങനെ ഒരുപാട് സ്നേഹം, ഞാൻ അനുഭവിക്കുന്ന സ്നേഹത്തിന് കയ്യും കണക്കുമില്ല. ആയിരക്കണക്കിന് ആളുകളാണ് വിളിക്കുന്നത്. എനിക്ക് എല്ലാവരുടെ വിളിയും ഏറ്റെടുക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും എന്നെ പലവട്ടം ശ്രമിച്ചു. ഞാൻ പറയട്ടെ, ഈ നോട്ടിഫിക്കേഷൻ വന്ന്, വാർത്ത ബ്രേക്കിംഗ് വന്ന സമയത്ത് വീട്ടിലേക്ക് ആളുകൾ അങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇരിക്കുന്ന എൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്ന് ഞാനൊരു തലവട്ടം കണ്ടു ദൂരെ.
അയാളെ ഞാൻ അടുത്തേക്ക് വിളിച്ചു. അയാൾ വന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. ഞാൻ പ്രതി അടുത്ത ദിവസം സുപ്രീം കോടതിയിലെ ഫൈനൽ വിധി അവർക്ക് പ്രതികൂലമായി വന്നതിൻ്റെ പേരിൽ ഓഗസ്റ്റ് മാസം 2-ാം തീയതി ജയിലിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന എൻ്റെ ഈ കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയായിരുന്നു അത്. എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ കൈപിടിച്ച് നടത്തിച്ച എൻ്റെ ബാലസ്വയം സേവകർ ഇന്നവർ മുതിർന്ന ആളുകളാണ്. പാർട്ടിയുടെയും സംഘത്തിൻ്റെയും EMSൻ്റെയും ഒക്കെ ചുമതല വഹിക്കുന്ന ആളുകളാണ്. അവർ ഇന്ന് നാട്ടിലൊരു ആഘോഷ തിമിർപ്പ് തന്നെയാണ് ഉണ്ടാക്കിയത്. പായസം വെച്ചും പടക്കം പൊട്ടിച്ചും. മുഖം തിരിച്ച് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ സംഘപ്രവർത്തകരെ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. അങ്ങനെയാണ് നമ്മുടെ മാനസികമായി തകർക്കാൻ വേണ്ടി. കാണുമ്പോൾ എന്തോ ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലുള്ള മുഖഭാവത്തോടെയാണ്. അത് മാറ്റമാണ്. ആ മാറ്റത്തിന് നാട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നാം ഓരോരുത്തരും ഏത് മേഖലയിലാണ് നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത്, അത് ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾ അവര് വന്ന് ബൊക്കെയൊക്കെ തരുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ. എൻ്റെ വിദ്യാലയത്തിൽ, ഞാൻ പഠിപ്പിച്ച വിദ്യാലയത്തിൽ 2500 കുട്ടികൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ 11 മണിക്ക് എല്ലാവരെയും കാണിച്ചു. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിക്കുന്നൊരു കുര്യാക്കോസ് ചേട്ടനുണ്ട്. അദ്ദേഹം 3-4 തവണ എന്നെ വിളിക്കുന്നു, മാഷ് ഇവിടെ എപ്പോഴാണ് വരുന്നത്, ആദ്യം ഇവിടെ വരണം, ഞങ്ങൾ ഗ്രാമം കാത്തിരിക്കുകയാണ് മാഷിനെ എന്ന് പറയാൻ. ആ ഗ്രാമത്തിൽ ക്രിസ്തു തോന്നലിൻ്റെ ഒക്കെ കാരണം ഈ പറയുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാഷ്ട്ര പരിഷ്കരണ പ്രക്രിയയാണ്. നമ്മളൊക്കെ അതിൻ്റെ ഭാഗവാക്കുകളാണ്. അതുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന ഏത് മേഖലയോ ആവട്ടെ, ഒരു പ്രമുഖ നേതാവ് എൻ്റെ കുറ്റമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം കറകളഞ്ഞ RSS പ്രവർത്തകൻ എന്നാണ്. അപ്പോൾ അത് നമുക്കൊരു നല്ല സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നമ്മളൊക്കെ ആ കറകളഞ്ഞ പ്രവർത്തനം നമ്മൾ ഏർപ്പെടുന്ന മേഖലയിൽ നമ്മൾ ചെയ്യാനായിട്ട് എല്ലാവരും സന്നദ്ധരാകും. എന്നൊരൊറ്റ വാക്കുകൊണ്ടാണ് ഞാനതിന്, മറ്റൊന്നുമല്ല, ആദരവല്ല, ഉപഹാരമല്ല, ഉപചാരമല്ല, ഷാളടിക്കലൊക്കെ ഇരിക്കട്ടെ, അതിൻ്റെ ഒക്കെ പിന്നെ സ്നേഹമാണ്. ആ സ്നേഹം പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഇന്നും ശാശ്വതമായി നിലനിൽക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരാൾ പറയുന്നുണ്ടാവും, കുറെ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും കാണാനില്ല. അതൊക്കെ വലിയ സന്ദേശമാണ്. ആ സന്ദേശത്തെ ഞാനും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. നമുക്ക് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരണം. പരമവൈഭവം പ്രവർത്തിക്കാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. വന്ദേ മാതരം.